സുരേഷ് ഗോപിയുടെ സഹോദരന് സുഭാഷ് ഗോപിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തും വോട്ടുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കൊല്ലത്തെ കുടുംബ വീടിന്റെ വിലാസത്തിലാണ് സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും വോട്ടുള്ളത്. അതേസമയം താനും കുടുംബവും തൃശൂരിലാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നും കൊല്ലത്ത് വോട്ട് ചെയ്തോ എന്ന വിവാദമുണ്ടാക്കുന്നവർ പരിശോധിച്ച് കണ്ടെത്തേട്ടെ എന്നും സുഭാഷ് ഗോപി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തൃശ്ശൂരിൽ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ഉണ്ടായി എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം പി സ്ഥാനം രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ, അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വരികയാണ്. ആ സമയത്താണ് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ പേരിൽ പുതിയ വിവാദമുണ്ടായിരിക്കുന്നത്. സുഭാഷ് ഗോപിക്ക് കൊല്ലത്ത് വോട്ടുണ്ട് എന്നതിൻ്റെ രേഖകളാണ് ഇന്ന് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. അതിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീടായിട്ടുള്ള ലക്ഷ്മി നിവാസിൻ്റെ പേരിലുള്ള അഡ്രസ്സിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളതും. ഇരവിപുരം നിയമസഭാ മണ്ഡലം 84 നമ്പർ ബൂത്തിൽ 1116 നമ്പർ വോട്ടറാണ് സുഭാഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണി സുഭാഷ് 1114 നമ്പർ വോട്ടറായിട്ട് ആ വോട്ടർ പട്ടികയിലുണ്ട്. ഇത് ബോധപൂർവം ചെയ്തതാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവർ കൊല്ലത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുഭാഷ് ഗോപിയുമായി നമ്മൾ ഫോണിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താനും കുടുംബം, അതായത് ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത്. കഴിഞ്ഞ 3 വർഷമായി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. തൃശ്ശൂരിൽ സ്ഥിരതാമസമാക്കിയ ആളാണ്. കൊല്ലത്ത് വോട്ട് ചെയ്തു എന്നുള്ള കാര്യം ഈ വിവാദമുണ്ടാക്കിയ ആൾക്കാർ തന്നെ പരിശോധിക്കട്ടെ എന്നുള്ളതാണ്, അവർ പരിശോധിച്ച് കണ്ടെത്തട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഈ സംഭവത്തിൽ പരസ്യ പ്രതികരണത്തിനില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ന് എം പി രാജേഷ് മന്ത്രി അദ്ദേഹം കൊല്ലത്തെത്തിയിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടത്തിയത് മന്ത്രിയുടെ അനുജൻ കൂടിയാണ്. മന്ത്രിയായിട്ടുള്ള ആൾ രാജിവെക്കണം എന്നുള്ള ആവശ്യം മന്ത്രി എം പി രാജേഷും ആവശ്യപ്പെടുകയുണ്ടായി. ഇന്ത്യയിലുടനീളം മാത്രമല്ല കേരളത്തിലും വോട്ടർ പട്ടികയിൽ കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് BJP. അത്തരത്തിലൊരു കുമ്പിടിയാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരനും എന്നാണിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് കൊല്ലത്ത് വലിയ രാഷ്ട്രീയ വിവാദമായി ഉയരാനുള്ള സാധ്യത വളരെയേറെയാണ്.